തമിഴ് കോർട്ട് റൂം ഡ്രാമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു സീരീസ് ആണ്. സട്ടമും നീതിയും C5 സ്ട്രീം ചെയ്യുന്നത്. ഇത് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി, ഞാൻ ഇപ്പോഴേ കാണുന്നേ ഉള്ളൂ. സോ യൂഷ്വലി എല്ലാ സീരീസും ഒരു 10 എപ്പിസോഡ്, ഒരു എപ്പിസോഡ് ഏകദേശം 1 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ കാണുന്നവന്റെ ക്ഷമയുടെ നെല്ലിപ്പടി കാണിക്കും. ഇതെങ്ങനെയാണ് വെച്ചാൽ ഒരു എപ്പിസോഡ് 18 മിനിറ്റേ ഉള്ളൂ. അങ്ങനത്തെ ഒരു 7 എപ്പിസോഡ്, ഒരു സിനിമ കാണുന്ന ഡ്യൂറേഷൻ ഒരു സീരീസ് നമുക്ക് കണ്ടു തീർക്കാം. ഏകദേശം 2 മണിക്കൂറും കാര്യങ്ങൾ എന്തോ ഉള്ളൂ. കിഡിലൻ സീരീസ്, ക്രിമിനൽ ജസ്റ്റിസിനെ വെട്ടിക്കുന്ന സീരീസ് എന്നൊന്നും ഞാൻ പറയില്ല. ഇതൊരു കോർട്ട് റൂം ഡ്രാമയായിട്ട് പോലും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ 18 മിനിറ്റ് അല്ല ഒരു എപ്പിസോഡ് ഉള്ളൂ, അതുകൊണ്ട് വലിയ ബോറടി ഇല്ലാതെ കണ്ടു നോക്കാം. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സീരീസ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഭയങ്കര സസ്പെൻസ് ജനറേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റി. അതായത് ഒരാൾ പോയിട്ട് കോടതിയുടെ ഫ്രണ്ടിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തും. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കേസ്, അന്വേഷണം, ഇതൊക്കെയാണ് ഈ സീരീസ് പറഞ്ഞു പോകുന്നത്. ഈ ലീക്ക് ചെയ്യുന്ന വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ കുറെ ട്വിസ്റ്റ് കയറ്റി നിറച്ചിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കുറെ കിടിലൻ ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ ആരും പ്രെഡിക്ട് ചെയ്യാത്ത കുറെ ട്വിസ്റ്റ് ഇതിലുണ്ട്. വേറെ ഒന്നും ഈ സീരീസിലില്ല. വഴിയെ പോണവരൊക്കെ പിടിച്ച് ഈ സീരീസിൽ പിടിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഭിനയത്തിന്റെ നിലവാരം അതിഗംഭീരം എന്ന് വേണമെങ്കിൽ പറയാം. ഇമോഷണൽ സീൻസിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ഭയങ്കര ഓവർ ആക്ട് ചെയ്ത് കൊളാക്കും. എന്നാൽ ഓവർ ആക്ട് ചെയ്യുന്ന അവിടെ വന്നിട്ട് വായ തുറക്കും കൂടിയില്ല. സോ ഇതിലെ ലീഡ് ആക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ശരവണനാണ്. അങ്ങേര് നൈസ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് പോലീസുകാരുണ്ട്. എന്തിനാണ് ഇത്രയും പോലീസുകാരെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു പണിയില്ലാത്ത പോലീസുകാർ കറുത്ത ബനിയൻ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ കല്യാൺ സിൽക്സിന്റെ ആടി സെയിലിൽ മേടിച്ച ബനിയനാണ് തോന്നുന്നു. എല്ലാവരുടെയും ഉണ്ട്. ഇപ്പൊ മേടിച്ചാൽ ഇരട്ടി മേടിക്കാ പറഞ്ഞിട്ട്. പിന്നെ ഇതിലൊരു വക്കീലുണ്ട്, നമ്മുടെ ശരവണന്റെ ഓപ്പോസിറ്റ് വാദിക്കുന്ന വക്കീലുണ്ട്. ഒരു കോർട്ട് റൂം ഡ്രാമ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2 വക്കീലന്മാർ തമ്മിൽ കൊമ്പ് കോർക്കുക പറയുമ്പോൾ അങ്ങേര് കിടു വക്കീലാണ്, ലോകത്തെ ഏറ്റവും ബെസ്റ്റ് വക്കീലാണ് പറഞ്ഞിട്ട് അങ്ങേര് വന്നിട്ട് എന്തൊക്കെയോ മണ്ടത്തരം വിളിച്ച് പറയുമ്പോൾ ജഡ്ജിയും എല്ലാ വക്കീലും കൂടി ഊക്കി വിടും. അങ്ങനത്തെ ഒരാള് കിടിലം വക്കീലാണ് കാണിക്കാൻ വേണ്ടി ബെൻസ് കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറയില്ല അണ്ടർ ഡോഗ് മൂവീസ് എന്നൊക്കെ പറയില്ലേ, അതായത് ഒരാള് വന്നിട്ട് ഭയങ്കര വീക്കാണ്, അവനൊന്നും ഒന്നിനും കൊള്ളില്ല പറയുമ്പോൾ അയാൾ കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പ്രൂവ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു സീരീസ് ആണിത്. പക്ഷെ വലിയ ഗുണമൊന്നുമില്ല. അടിപൊളി പ്ലോട്ടാണ്, പക്ഷെ എന്റെ എക്സിക്യൂഷൻ വൻ പരാജയം എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇതിൽ ഞാൻ പറയാം, അഭിനയിച്ച ഒരാള് പറയുന്ന സ്ഥലം മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടില്ല. ഇതിലൊരു ആക്ട്രസ് ഉണ്ട് നമ്മുടെ ശരവണന്റെ ജൂനിയർ ആയിട്ട്. ആ കൊച്ചു ആദ്യമൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. ടുവേർഡ്സ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു പിങ്ക് കളർ പെയിന്റ് ചുണ്ടത്ത് വാരി പൂശിയിട്ട് വരുന്നുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സീറോ ഇമോഷണൽ കണക്ഷൻ ആണ് ഈ സീരീസിലുള്ളത്. ടുവേർഡ്സ് ലാസ്റ്റ് 2 ഫ്ലാഷ് ബാക്ക് പോർഷൻ കാണിക്കുന്നുണ്ട്. അത് നൈസായിരുന്നു. വേറെ ഒന്നും ഈ സീരീസിലില്ല. ഇതിലൊരു എടുത്ത് പറയേണ്ട ഇതിലെ വില്ലനെയാണ്. വില്ലൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ടെററാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ലോകത്തെ ഖുറൈശി എബ്രാമിന്റെ മുകളിൽ നിൽക്കുന്ന ഡോൺ ആണ് പറഞ്ഞിട്ട് അങ്ങേര് ഈ മറ്റേ വിളിച്ച് പേടിപ്പിക്കുകയാണ് വക്കീലന്മാരെ. നിനക്ക് കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉണ്ട് എന്നാ വെച്ചു. വേറൊരുത്തനും വിളിച്ചിട്ട് നിങ്ങൾക്കും കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കേസ് പിൻവലിക്കണം, പറ്റില്ല, വെച്ചു. നന്മമരമായിട്ടുള്ള ഒരു മറ്റേ വില്ലൻ ആൻഡ് വില്ലന്റെ മകൻ, കൗൺസിലറിന്റെ മകൻ ഒരു കള്ളുകുടിയനാണ് കാണിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് തലയെ കാട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പെർഫോമൻസ് വൈസ് പുവർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുറച്ചും കൂടി ബഡ്ജറ്റിൽ ഒരു കിടിലൻ കാസ്റ്റിൽ വെച്ച് എടുത്തിട്ട് വെച്ചാൽ അടിപൊളി സീരീസ് ആയേനെ. ഇത് വെരി ആവറേജ് എന്ന് പോലും പറയാൻ പറ്റില്ല, ബിലോ ആവറേജ് സീരീസ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. സോ വേണ്ടവർ കണ്ടു നോക്കാം. 18 മിനിറ്റ് ഒക്കെ ഒരു എപ്പിസോഡ് ഉള്ളൂ, 2 മണിക്കൂറേ ഉള്ളൂ. സോ ഇന്ന് രാത്രി കുറെ സിനിമ OTT റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സിദ്ധാർത്ഥ് ശരത് കുമാർ ഒക്കെ അഭിനയിച്ച് 3 BHK സിംപ്ലി സൗത്തും ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ സിത്താരെ സമീൻ പർ അമീർ ഖാന്റെ യൂട്യൂബിൽ വരുന്നുണ്ട്. ദമ്മുഡു നെറ്റ്ഫ്ലിക്സിൽ വരുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസന്റെ ഒരു പടം എന്തോ ഒരു സിന്ദഗി പറഞ്ഞിട്ട് മനോരമ മാക്സിലും വരുന്നുണ്ട്. സോ വേണ്ടവർ കണ്ടു നോക്കാം.